വെൽക്കം ടു നമ്മുടെ യൂസിവേഴ്സ് പവർഡ് ബൈ GDCUCK. സോ നമ്മൾ എൻജോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാവരോടും നിങ്ങളുടെ തോട്ട്സ് നമ്മുടെ കോളേജിനെ പറ്റി, നമ്മുടെ ടെക് ഇവൻറ്റ്സിനെ പറ്റി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മുടെ ക്ലബ്സിനെ പറ്റി നിങ്ങൾക്കുണ്ട്, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് ചോദിക്കാൻ പറഞ്ഞിരുന്നു. അപ്പം ഒരു ഫോർമൽ എന്നുള്ള രീതിയിലല്ല, ഒരു ഫ്രണ്ട്ലി രീതിയിൽ എല്ലാവരും ഗ്യാദർ ചെയ്യുന്നു, നിങ്ങൾക്കുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. സോ എല്ലാവരും എൻജോയ് ചെയ്യുക, സംസാരിക്കുക, പാട്ടാവുക. വേറെ ക്വസ്റ്റ്യൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലബ്സിന്റെ പാർഷ്യാലിറ്റി ബേസ് ചെയ്ത് ഈ ക്ലബ്സ് എന്തുകൊണ്ട് കോർപ്പറേറ്റ്സിനെ പോലെ ബിഹേവ് ചെയ്യുന്നത്, അതുപോലെ ഇന്റർവ്യൂവിലൊക്കെ പാർഷ്യാലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി 1-2 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഫേവറിറ്റിസം. എന്ത് ബേസിസിലാണ് IEDC, GDC and IEEE EXCOM സെലക്ട് ചെയ്യുന്നത്? Because I don't think it's for fair selection. It's clearly favoritism and partiality. But seriously, on what basis do they select people? സീരിയസ് സെലക്ഷൻ കാറ്റഗറി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പാർഷ്യാലിറ്റി ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തോന്നിക്കോ, കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇത് റെസ്യൂമേ സെലക്ഷനും ആപ്ലിക്കേഷനും വയ്ക്കും. ബേസിക് ഡീറ്റെയിൽസും കളക്ട് ചെയ്യും, റെസ്യൂമേയും ചോദിക്കും. പിന്നെ നമ്മളൊരു വീഡിയോയും കൂടെ ചോദിക്കുന്നുണ്ട്. വൈ ഡു യു വോണ്ട് ടു അപ്ലൈ എന്ന് പറയും, വീഡിയോ ചോദിക്കുന്നുണ്ട്. നമുക്ക് 8 ടീമുണ്ട്. ഓപ്പറേഷൻസ് ടീം, മാർക്കറ്റിംഗ് ടീം, അങ്ങനെ 8 ടീമുണ്ട്. അപ്പോൾ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇഷ്ടമുള്ള ടീംസ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ സെലക്ട് ചെയ്യുന്ന ടീംസിൻ്റെ പ്രയോറിറ്റിയും റെസ്യൂമേ മാച്ച് ആവണമെന്ന് നോക്കും. ആ റെസ്യൂമേയിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് എന്തെങ്കിലും മാർക്കറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഡോക്യുമെൻറ്റേഷനും അങ്ങനത്തെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ. ഇത് 2 മാച്ച് ആവേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ട് കയറ്റി വിടും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യമുള്ളത് ലീഡ്സ് പൊസിഷൻ. ഇപ്പം ഓരോ ടീമിൻ്റെ ലീഡും കാണും, മെയിൻ CEOയും കാണും, വിമൻ ലീഡും കാണും. CEOയും വിമൻ ലീഡും മേ ബി കഴിഞ്ഞ എക്സിക്കോമിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്കൊരു പ്രയോറിറ്റി എന്തായാലും കൊടുക്കും. അപ്പോൾ ആ പ്രയോറിറ്റിയിൽ അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലീഡ് പൊസിഷൻ എന്തായാലും അവർക്കേ പോകത്തുള്ളൂ. പിന്നെ ബാക്കി പുതിയ മെമ്പേഴ്സിന് ബാക്കി വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഈ റെസ്യൂമേ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ സ്റ്റേജ്. അപ്പോൾ ഇൻ്റർവ്യൂ സ്റ്റേജിൽ നമുക്ക് പാനലിന് മനസ്സിലാവും റെസ്യൂമേയിൽ വെച്ചേക്കുന്നത് കള്ളത്തരമാണോ സത്യമാണെന്ന് മനസ്സിലാവും. മാച്ച് ചെയ്യുന്നുണ്ട്, പ്ലസ് അവർക്കൊരു ഗുട്ടൻസും ഉണ്ടെങ്കിൽ മാത്രമേ സെലക്ട് ചെയ്ത് വിടത്തുള്ളൂ. ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ കൂടെ ചോദിച്ച ക്വസ്റ്റ്യൻ വൈ നമ്മൾ എന്താണ് കോർപ്പറേറ്റ്സിനെ പോലെ ആക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ആക്ട് ചെയ്യുന്നില്ല, വി ആർ ലിവിങ്. നമ്മൾ ആക്ച്വലി കോർപ്പറേറ്റ് ആണ്. IDCനെ പറയുകയാണ്, IDC ഒരു ക്ലബ്ബല്ല, അതൊരു സെൻറ്ററാണ്. അവർ എന്താ പറയുക, സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ കോളേജിലും ഉള്ളൊരു സെൻറ്ററാണ്. അപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ട് CEO CTO. ഈ CEO CTO എന്നുള്ള സംഗതിയൊക്കെ സത്യം പറഞ്ഞാൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിൽ എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, ആ ഒരു സെയിം മോഡലിൽ തന്നെയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ KSM നമ്മുടെ IDCനെ ക്യൂറേറ്റ് ചെയ്ത് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു മോഡലിൽ തന്നെയാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഒബ്വിയസ്ലി നമ്മൾ കോർപ്പറേറ്റ് ആണ്. സോ കോർപ്പറേറ്റ് മോഡലിൽ നമ്മൾ ആക്ട് ചെയ്യുന്നതല്ല, അങ്ങനെയാണ് സംഭവം. അപ്പം അതിൻ്റെ ബേസിസിലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന പൊസിഷൻസ് അനുസരിച്ച് നമുക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഓരോ പൊസിഷനിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ക്വാളിറ്റീസും സ്കിൽസും അവർക്ക് ഉണ്ടോ എന്നുള്ളത് ഓബ്വിയസ്ലി നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പം CEO എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്. CEO എന്ന് പറയുന്ന പോസ്റ്റിൽ CEOൻ്റെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ പിടിച്ച് നമുക്ക് ഇരുത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. CTO എന്ന് പറയുന്നൊരു പോസ്റ്റ് ഉണ്ട്. ടെക്നിക്കലിനെ പറ്റി അല്ലെങ്കിൽ എന്താണ് ടെക്കിനെ പറ്റിയിട്ട് ഒന്നുമേ അറിയാത്ത ഒരാളെ പിടിച്ച് നമുക്ക് ടെക്കിൻ്റെ പോസ്റ്റിൽ ഇരുത്താൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ ആ ബേസിസിൽ നമ്മൾ ആൾക്കാരെ ഫിൽറ്റർ ചെയ്ത് കളയേണ്ടി വരും. അവിടെ നമ്മൾ പാർഷ്യാലിറ്റി ഒന്നുമല്ല കാണിക്കുന്നത്, ഇറ്റ്സ് പാർട്ട് ഓഫ് ദി പ്രോസസ്സ്. ഇനി സംഭവം IDCയുടെ കേസ് ഇത്. ഇനി കം ടു GDC IEEE അതിൻ്റെയൊക്കെ കേസ് പറയുമ്പം IDC പറഞ്ഞ പോലെ സെൻറ്ററാണ്, ആ ഒരു മോഡലാണ്. പിന്നെ വെൻ കംസ് ടു GDC എന്തുകൊണ്ടാണ് ഈ റെസ്യൂമേ സെലക്ഷനും ബാക്കി പ്രോസസ്സും വെക്കുന്നത്? സംഭവം എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്ലബ്ബ്, നമ്മുടെ ക്യാമ്പസിലുള്ള ഏതൊരു കമ്മ്യൂണിറ്റിയിലും ക്ലബ്ബിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നു, സെലക്ട് ആയെന്ന് വെച്ചോ, നിങ്ങൾ പുറത്ത് നിന്നിട്ട് അത് പറയുമെന്ന് വെച്ചോ, പുറത്ത് നിന്നിട്ട് അത് നിങ്ങളൊരു ഇൻ്റർവ്യൂവിലോ എവിടെയെങ്കിലും റെസ്യൂമിൽ വെക്കുമ്പോൾ ഓബ്വിയസ്ലി അവർ എടുത്ത വാക്കിൽ ചോദിക്കും നിങ്ങൾ അവിടെ എന്ത് ചെയ്തു, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയിലാണ് നിങ്ങൾ അവിടെ എത്തിപ്പെട്ടതെന്ന് ചോദിക്കും. ഈ 2 ചോദ്യങ്ങൾ ബൈ ഡീഫോൾട്ട് ഉണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ടത്, ഞാനൊരു ഇൻ്റർവ്യൂ ഇടുന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ എന്ത് യോഗ്യതയിലാണ് GDC ലീഡായെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് GDC ലീഡായിട്ട് സെലക്ഷൻ കിട്ടണമെങ്കിൽ ഞാൻ ആദ്യം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഗൂഗിളിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ട്. ഇത്രയും കഴിഞ്ഞിട്ടാണ് ഞാൻ ലീഡാവുന്നത്. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് ഒരു ടീം എടുക്കുമ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതേ ക്വാളിറ്റിയുള്ള അപ്കമ്മിങ് പൊട്ടൻഷ്യലുള്ള പിള്ളേരെ നോക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ നോക്കുന്നത് എന്തായിരിക്കും, നിങ്ങളെ മിനിമലായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. നീ ആരാണെന്ന് എനിക്ക് ഒറ്റയടിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനിപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ച് സംസാരിക്കാൻ പറ്റില്ല. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് റെസ്യൂമേ. നീ ആരാണ്, നീ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഒറ്റ പേജിൽ നിന്നെക്കുറിച്ച് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. അതാ
ചിലരുണ്ട് ഡസൻ കണക്കിന് പറയാനുള്ളത്, അത് വേറെ കാറ്റഗറി. ശരാശരി മനുഷ്യൻ എന്താണ്ട് ഇവനൊക്കെ ഉണ്ട് ഡസൻ കണക്കിന് തന്നെ അടിച്ചു. ഞാൻ പാവം, എനിക്കൊക്കെ 1 പേജേ ഉള്ളൂ. അതാ അതാ എടാ സംഭവം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. റെസ്യൂമേ ചോദിക്കണേ എൻ്റെ കോർപ്പറേറ്റ് ലെവൽ വർക്കിംഗ്, കോർപ്പറേറ്റ് ലെവൽ എല്ലാത്തിൻ്റെയും ലോജിക്ക് ഒന്നാണ്. നിങ്ങൾ എന്താ ചെയ്തതെന്ന് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് നിങ്ങളെ സ്ട്രെയിറ്റ് ഫോർവേഡ് അറിയത്തില്ലല്ലോ. അപ്പോൾ അതിൽ കൂടെയാണ് നിങ്ങൾ കൺവേ ചെയ്യാൻ പോകുന്നത്. പിന്നെ ബാക്കി കോർപ്പറേറ്റ് ഇൻ്റർവ്യൂസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കോർപ്പറേറ്റിനുള്ളിലേ പോകാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊരു ഓൺട്രപ്രണർ ആവും. അവിടെ ആയാലും നിങ്ങൾ ഒരാളെ എംപ്ലോയ് ചെയ്യുമ്പോൾ നിങ്ങൾ ചുമ്മാ എടുക്കുമോ? പറയടാ, നീ ഒരു കമ്പനി നടത്തുമെന്ന് വിചാരിച്ചോ. നിനക്കൊരു ജോലിക്കാരനെ എടുക്കണം. ഇപ്പം ഇവന് ഞാൻ അപ്ലൈ ചെയ്ത്, ഞാൻ റെസ്യൂമൊക്കെ സബ്മിറ്റ് ചെയ്ത് ശരിയാക്കി, ഇവ റെസ്യൂമേ ഒന്നും വെച്ചില്ല, നീ ആരെ എടുക്കും? അത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ, സിമ്പിൾ ആൻസർ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരാൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അയാൾ എന്ത് ബേസിസ് എടുക്കും? അല്ലേടാ ആദർശ്? ഇത് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ അവൻ പെട്ടെന്ന് വേറെ എന്തോ ലോകത്ത് എന്തോ മറ്റേ 5th ഡൈമെൻഷനിൽ ചോദിച്ചിരിക്കും. അങ്ങനെയൊന്നും ചോദിക്കും. ഞാനൊക്കെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ എൻ്റെ പൊന്നോ എന്നെ കൊല വിളിച്ച് വേറെ എന്തൊക്കെയാണ് ചെയ്തത്. ഇവൻ പറഞ്ഞ് നമ്മുടെ 4th ഇയേഴ്സ് സൂപ്പർ സീനിയേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഉള്ള സൂപ്പർ സീനിയേഴ്സ് അവർ ആക്ച്വലി നമുക്ക് പറഞ്ഞു തന്ന വഴിയാണിത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടാവും. അത് ആക്ച്വലി പ്രൂവൺ ആണ്. കാരണം നമ്മൾ ആ ഒരു പ്രൊസീജിയറിൽ കൂടെ പാസ് ചെയ്ത് വന്നുകൊണ്ട് നമുക്കിപ്പം അറിയാം എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന്. അതാണ് സംഭവം. പിന്നെ കോർപ്പറേറ്റിൻ്റെ സെക്കൻഡ് കാര്യം ഇൻ്റർവ്യൂ. എന്തിനാ ഇൻ്റർവ്യൂ നടത്തുന്നതെന്ന് സംഭവം. ഇവർ ചോദിക്കണമെന്ന് വെച്ചാൽ ആൾറെഡി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇൻ്റർവ്യൂ പേര് നടത്തുന്നത് എന്തിനാണ്? എടാ സംഭവം പേര് ഇങ്ങനെ എന്താ ഇഷ്ടമുള്ള ആളെ സെലക്ട് ചെയ്യും. ഇവൻ പറഞ്ഞ പോലെ ഈ നേരത്തെ ഉള്ള ആൾക്കാർ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ലീഡർ പൊസിഷൻസിന് വേണ്ടി മാത്രമേ എടുത്തുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾ ഇവിടുത്തെ എല്ലാ ക്ലബ്ബുകളും കമ്മ്യൂണിറ്റി നോക്കി കഴിഞ്ഞാൽ എല്ലാം ഫസ്റ്റ് ഇയേഴ്സാണുള്ളത്, മെജോറിറ്റി ആണ്. നമുക്ക് ആരെങ്കിലും അറിയാമോ? എടാ ഇവിടെ എത്ര പേർക്ക് എന്നെ അറിയാം പേഴ്സണലി? വേണ്ട, ഇവനറിയാം. പക്ഷെ എന്നിട്ട് നിങ്ങളൊക്കെ ഇപ്പോൾ കമ്മ്യൂണിറ്റിയിലില്ലേ? അതെ, സെയിം സിമ്പിൾ ലോജിക്കാണ്. ആ ഫേവറിറ്റിസം എന്ന് പറഞ്ഞ സാധനം എനിക്ക് പ്രോസസ്സ് ചെയ്യാൻ സത്യം പറഞ്ഞാൽ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെ ഓരോരുത്തർ ഇൻഡിവിജ്വൽ ആരാണ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നതാണ് നമ്മൾ വിശ്വസിക്കണം. കണ്ണുടച്ചങ്ങ് വിശ്വസിക്കും. പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇത് പറഞ്ഞതാണോ മറ്റേ ഓൾമൈറ്റി പുഷായിരുന്നോ എന്നുള്ളത്. ഇതാണ് സംഭവം. ഫേവറിറ്റിസവും ചിലപ്പം തോന്നി കാണുന്നത് മേ ബി കുറച്ച് പിള്ളേർ നമ്മളെപ്പോഴും കൂടെ നടക്കണോണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നത്. പക്ഷേ അതിലൊരു ഫാക്ടറും കൂടെ ഉണ്ട്. ഇപ്പോൾ ഒരു ഇവൻറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു പരിപാടി വെച്ച് കഴിഞ്ഞാലും ആ ഓഡിയൻസ് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നോക്കും. ഇപ്പോൾ ചിലപ്പം ഇപ്പോൾ നമ്മൾ ഐപ്ലാൻ വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന വർക്ക്ഷോപ്പ് നടത്തി. അതിൻ്റെ സെക്കൻഡ് വർക്ക്ഷോപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് മെജോറിറ്റിക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വയ്ക്കും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ 12 ടീംസും ഓരോ ബിസിനസ് പ്ലാനും കൊണ്ടാണ് വന്നത്. അതിലിപ്പോൾ ഒരു 4 ബിസിനസ് പ്ലാൻ നെക്സ്റ്റ് ലെവലിൽ പോയിട്ടുണ്ട്. അത് അവരിങ്ങോട്ട് വന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ നോക്കും. നമ്മളിന്ന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിക്കും, അടുത്ത് എന്ത് ചെയ്യണം ചേട്ടാ എന്നൊന്നും ചോദിക്കും. ചിലവർ ചോദിക്കത്തില്ല. അപ്പോൾ ഈ ചോദിക്കുന്നവർക്കേ ഇത് കിട്ടത്തുള്ളൂ. അത് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്രേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഫേവറിറ്റിസമായിട്ട് തോന്നാം. പക്ഷെ അത് ഫേവറിറ്റിസം അല്ല. അത് അവർ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആകുന്ന ഒരു പ്രോഗ്രാം വെച്ചാൽ തന്നെ പാർട്ടിസിപ്പേഷൻ കുറവാണ്. നല്ല ഇവൻറ്റ്സ് കൊണ്ടുവന്നാൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കും. സെലിബ്രിറ്റീസിനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവന്നാൽ നന്നായിരിക്കും. എടാ സംഭവം കോളേജ് വന്നാൽ കോളേജ് ഉണ്ട്. എടാ സംഭവം അത് എന്നാ പറയാൻ, നിങ്ങൾ കോളേജിൻ്റെ ഹിസ്റ്ററി അറിയാമോ? അതാ സംഭവം എന്നാ പറയാ, എവിടെ തുടങ്ങി? എടാ പാർട്ടിസിപ്പേഷൻ്റെ കേസും ഇവൻ പറഞ്ഞ പോലെ നേരത്തെ കേസ് തന്നെയാണ്. കാരണം പിള്ളേർക്ക് ആ ഒരു എനർജി വരണമെങ്കിൽ സംഭവം എൻ്റെ വിശ്വാസം ഇത്. ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ വന്നാലും എവിടെ ആയാലും കണ്ട ഇവൻ നമ്മൾ 3 പേര് ഇവ 2 പേരും ഒരേ ക്ലാസ്സിലായതുകൊണ്ട് ഇവരുണ്ടെങ്കിൽ ഞാൻ വരെ കൂടെ പോകും. ഇല്ല ഇവന്മാർ ഇതാണ്ട് ഇവൻ വീട്ടിൽ പോകണം, ഇവനും ബസ് കയറി പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ എന്തിനും മാങ്ങ കുറിക്കുന്നു എന്നുള്ള ഇതാണ്. ഞാനും പോകും. സെയിം സാധനം. അപ്പോൾ അതിപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് ആയാലും ഏത് ഇയർ ആയാലും ഇവൻ പറഞ്ഞ പോലെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് എൻ്റെ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ കൂടെ നിൽക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ആൾക്കാർ എത്തുമ്പോഴേ നമ്മൾ പുതിയൊരു ഇവൻറ്റ് നടത്തുമ്പോഴേ ഇപ്പോൾ ഒരു ക്ലബ് ആയാലും യൂണിയൻ ആയാലും ഒരു പരിപാടി നടത്തണമെന്ന് അവർക്കൊരു ത്വര വരണം. എപ്പോഴാണ് പിള്ളേരത് എന്താണ് അബ്സോർവ് ചെയ്ത് അത്രയും കത്തി നിൽക്കുമ്പോഴാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു എന്താണ് ഡാൻസ് ഷോ വെച്ചെന്ന് വെച്ചോ, ഒരാളെ ഉള്ളു കാണാൻ, എങ്ങനെ ഇരിക്കും? നല്ല ബോറായിരിക്കും സത്യം. അതാണ് സംഭവം. എൻ്റെ ഇപ്പോൾ EOV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ പിള്ളേരും ഈ ക്യാമ്പസിൽ വരണത് ഒരു മെജോറിറ്റി ആൾക്കാർ വന്ന് സമയം തള്ളിക്കളയാൻ നോക്കാതെ ക്യാമ്പസ് കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്.
ക്യാമ്പസ് മര്യാദ ചുറ്റി കണ്ട എത്ര പേരുണ്ട് ഇവിടെ? ഞാനുണ്ട്. നല്ല ഒരു അതെ നല്ലൊരു സംഭവം. നമ്മളൊക്കെ വന്ന ഫസ്റ്റ് ഇയർ സമയത്ത് ക്യാമ്പസ് ഇപ്പോൾ കുറേ ഇടത്തൊക്കെ കാടൊക്കെ വെട്ടിത്തെളിച്ച് നമ്മൾ വന്നപ്പോൾ ഫുള്ള് കാടായിരുന്നു. അതായത് മറ്റേ നിങ്ങളൊന്നും കാണാത്ത, നിങ്ങൾക്ക് അറിയാത്ത കുറേ സ്ഥലങ്ങൾ. അതെ അതെ. ഈ വാൽക്കിണർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ? വാൽക്കിണർ വലിയൊരു കിണർ. അതിവിടെ ക്യാമ്പസിൻ്റെ അകത്താണ്. ആ എങ്ങനെ ഞാൻ പോയിട്ടുണ്ട്. ഈ ചെറുക്കാൻ്റെ അവിടെ വരെ എത്തിയിട്ട് എന്തോന്ന് അട്ടയെ കണ്ടെന്ന് പറഞ്ഞാൽ ഓടിക്കളഞ്ഞ്. ഞാൻ 2 വട്ടം പോയി 3-ാം തൊട്ട് ഒറ്റയ്ക്ക് പോകാൻ ശ്രമിച്ച് വഴിതെറ്റി പോയിട്ട് അവസാനം എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ട്. അതെ എടാ സംഭവം. ഞാനൊക്കെ വന്ന സമയത്ത് വെച്ചാൽ ക്യാമ്പസ് ഫുള്ള് അവിടോട്ടൊക്കെ കാട്, ഹൈമാവതിയുടെ അവിടെയൊക്കെ ഫുള്ള് കാട്. ഇപ്പോഴാണ് വെട്ടിത്തെളിച്ച് വെച്ചേക്കുന്നത്. ഞാനൊക്കെ വലിയ കാര്യത്തിൽ മോട്ടിവേഷൻ കയറി. ഞാൻ അമേസിനെയൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഡോറ, അവനാണ് നമ്മൾ ഡോറ ദി എക്സ്പ്ലോറർ. ഫ്രണ്ടിൽ ഒരു കമ്പ്, അതായത് പക്ക കാട്ടുവാസി. അതായത് എടാ നമുക്ക് കാട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന പറഞ്ഞു. അതാ സംഭവം എല്ലായിടത്തും കാണും ഇതേപോലത്തെ ഒരു പ്രാന്ത്. ആ പ്രാന്തിനാണ് നമ്മളെല്ലാവരും ശരിയാക്കി എടുക്കുന്നത്. ഒരു കമ്പും ചവിട്ടി പൊളിച്ചിട്ട് നമ്മൾ വലിയ കാടി കയറി നടുക്കെത്തിയ വഴി അറിഞ്ഞുകൂടാ. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് ഹൈമാവതിയിലെ വെള്ളമൊക്കെ നോക്കിയാണ് നമ്മൾ ഇറങ്ങിയത്, കാട്ടിയത്. അതാണ് നമ്മൾ അവിടെ ഇരുന്ന് വരെ വിചാരിച്ച് നമ്മൾ ആ ദിവസം കാട്ടിപ്പെട്ട് നമ്മൾ അന്വേഷിച്ച് പോലീസ് വരുന്നത്. ഇതൊക്കെയാണ് വിചാരിക്കുന്നത്. ഇങ്ങനത്തെ അവസ്ഥയാണ്. അതായത് സംഭവം ക്യാമ്പസ് നിങ്ങൾ അന്വേഷിച്ചിറങ്ങിയാലേ ക്യാമ്പസ് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇതൊന്നും കേട്ട് ഇൻസ്പയർ ആയിട്ട് കാട്ടിലൊന്നും പോയി എടാ അതെ സംഭവം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇനി നാളെ ചെന്നിട്ട് പിള്ളേരെ ഒന്ന് കാട്ടിയിരിക്കും. എടാ അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. ഇതിന് ഉത്തരവെന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ക്യാമ്പസിനോട് കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആകുമ്പോഴേ നിങ്ങൾക്ക് ആ റെസൊണേഷൻ വരുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഇതിൽ ഇപ്പോഴും നമ്മളെ ഇയറിലും എല്ലാ ഇയറിലും ഉള്ളതാണ് ക്യാമ്പസ് ആയിട്ടൊരു വിട്ടു നിൽക്കുന്നതാണ്. അത് മാറുമ്പം പതിയെ എല്ലാം ശരിയായിക്കോളും. അതാണ് എൻ്റെ വ്യൂ. നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പിള്ളേരൊന്നിലും കയറാതെ മാറിയിരിക്കണേ? ഫസ്റ്റ് ഇയേഴ്സ് പറയാം, എനിക്ക് അവരെ കേൾക്കാനുള്ളത്. കുറേ നേരം കൊണ്ട് മിണ്ടായിരിക്കും. മനസ്സിലാക്കുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ബാക്കി കോളേജിലെല്ലാം വലിയ വലിയ ഫെസ്റ്റും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ കോളേജിൽ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഒരു എംപ്റ്റിനെസ് നിങ്ങൾക്കായിട്ട് തോന്നുന്നത്. കമ്പയർ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മുടെ കോളേജിലെ ഹാപ്പിനെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിവിടെ. എന്ത് മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫ്രണ്ട്സായിട്ട് ആയിക്കോട്ടെ, എന്തെങ്കിലും ചെറിയ പരിപാടിയിൽ കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്ലാസ് കിടന്ന് അലമ്പുന്ന ആയിക്കോട്ടെ, ആ മൊമെന്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്താലേ ആ ഒരു ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അത് വന്നതിന് തന്നെയാലും എംപ്റ്റിനെസ് അങ്ങ് മാറും. നമ്മളിപ്പം പറഞ്ഞ പോലെ കമ്പയർ ചെയ്യാതിരിക്കുക. മുറ്റത്തും വലിയ മണയില്ലടാ, അതിപ്പോ സംഭവം. നമ്മളിപ്പോ ഒരു കോളേജ് കാണുമ്പോൾ സീറ്റ് പഠിക്കുന്നമാര് സീറ്റ് കൊള്ളില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളാണെങ്കിൽ അത് പറയുമോ? നമ്മളാണെങ്കിൽ എങ്ങനെ പറയും? നമുക്ക് സീറ്റ് കിട്ടിയ സ്വർഗമെന്നായിരിക്കും വിചാരിക്കണം. SCT പഠിക്കുന്നമാര് പറഞ്ഞാൽ നമ്മളൊക്കെ പല കോളേജിൽ പോകുമ്പോൾ അവിടുത്തെ കോളേജ് തറാന്നാണ് അവരെ പിള്ളേർ പറയണം. അതാ അവർക്ക് എപ്പോഴും അവരെ കോളേജ് സ്വന്തം കോളേജ് പിടിക്കത്തില്ല. അത് ഡീഫോൾട്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൻ എന്താ കുഴപ്പമുണ്ട്? ഇവർക്കൊന്നും ഇല്ലാത്ത അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. ഫ്രീഡം എന്ന് പറയുന്ന സാധനം എക്സ്ട്രീം ആണ്. അതെ ഇവിടെ ഉള്ള ഒരു ലെവൽ. ഫസ്റ്റ് ഇയേഴ്സ് അത്രയും ഫീൽഡ് എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ ഇയേഴ്സ് ചെല്ലുന്നതനുസരിച്ച് അറിയാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ടൈമിൽ 4th ഇയേഴ്സിന് കൂടെ അല്ല, നമ്മുടെ ടൈമിൽ 4th ഇയേഴ്സ് അടിപൊളിയായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. അപ്പം അവരുണ്ടായിരുന്ന ടൈമിൽ വിഷയമായിരുന്നു. അതാണ് ഈ പറഞ്ഞ കൊറോണ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ബാച്ചാണ് ഞങ്ങളുടെ ബാച്ച്. അപ്പം നമ്മൾ കയറിയിട്ട് 2 വർഷമായിട്ട് മുടക്കി കിടന്ന കോളേജിൻ്റെ ഫെസ്റ്റൊക്കെയാണ് അന്ന് അവർ പിന്നെ അറിയാൻ ഇത് കൊണ്ടുവന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ തൊട്ടേ ഹോസ്റ്റലറായതുകൊണ്ട് ഇതിൻ്റെ ബാക്കിൽ ഫുൾ എന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പടം വരയ്ക്കാനും റോഡിൽ പെയിൻ്റ് അടിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഫുള്ള് ഇവരുടെ കൂടെ കറങ്ങി കിടന്ന് ക്യാമ്പസും ആ ഒരു വൈബും ചേട്ടന്മാർ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുന്നുള്ള കണ്ട് പഠിച്ചതുകൊണ്ട് നമുക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് അതിനകത്തുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. അത് വരും, പേടിക്കണ്ട, എല്ലാം സെറ്റാവും. ഇവൻ പറഞ്ഞു ഇപ്പോൾ സീനിയേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞത് എൻ്റെ ഫ്രഷേഴ്സാണ്. ഫ്രഷേഴ്സ് എന്നെ കൊണ്ട് പറ്റാൻ സ്റ്റേജ് ഫുൾ അളപ്പിച്ച ടീമുകളാണ്. ഇവൻ കോമഡിയാണ്. ഇവൻ ആരെന്ത് വെച്ചാലും ഞാൻ കോഡറാണ്, ഇത്ര പറയുള്ളൂ, വേറെ ഒന്നും പറയുള്ളൂ. എൻ്റെ ഫസ്റ്റ് കാര്യമായിട്ട് ഇവൻ പറയുള്ളൂ. നമ്മളെ ബസ്സുണ്ടല്ലോ, ബസ്സിൽ നമ്മുടെ സീനിയേഴ്സിന് ഒരു അതെ വേറെ പണി കൂടുതൽ ഇതൊന്നും പറയത്തില്ലല്ലോ എന്നുള്ള ഊരിപ്പോയുള്ള വഴിയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് എന്നെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റേജ് മൊത്തം വന്നാളന്ന്. നീ എന്തിനാ സ്റ്റേജ് അളന്നു? നീ ഇവ ഊരിപ്പോയി. നിനക്ക് ബസ്സിൽ നീ എന്തായിരുന്നു? ഇവൻ വെട്ടുകാരൻ. ഇവൻ മരമായിട്ട് നിൽക്കണം, അവൻ ഇവനെ വെട്ടിയിടണം, എക്സ്പ്രഷൻ ഇടണം. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ആ റേറ്റ് കുറഞ്ഞ് വന്ന് ഇപ്പം എന്താണ് തൊട്ട കംപ്ലീറ്റ്. ഓക്കെ അടുത്ത. പിന്നെ ഒരു കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത്രയും നേരം പറഞ്ഞൊന്ന് കോൺട്രവേഴ്സി. ഇത് അതിക്കും വലിയ കോൺട്രവേഴ്സി. അതായത് നമ്മളുടെ അടുത്ത് എന്താണെന്ന് പറയാം. അതായത് എല്ലാ ക്ലബ്സിനെയും ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യാൻ. ഔട്ട് ഓഫ് 10 റേറ്റ് ചെയ്യാനോ? റേറ്റ് ചെയ്യാടാ, നമ്മളല്ല റേറ്റ് ചെയ്യാനുള്ളത്, പിള്ളേരാണ്. അതാ എടാ, അത് ആക്ച്വലി പിള്ളേരാണ് റേറ്റ് ചെയ്യാനുള്ളത്.
അതൊക്കെ പറയുന്നത്. എടാ ഇതൊന്ന് ഓഫ് ചെയ്തിരുന്നെങ്കിൽ എടാ ഇത് ഓഫ് ചെയ്തിരുന്നു എടാ സംഭവം പിള്ളേരെ POV ആണ്, അത് നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണുള്ളത്. ഇപ്പം സ്വന്തം എത്ര കാക്കയ്ക്ക് ഞാനൊരു ചെറിയ കാര്യം പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ക്ലബ്സും സെൻറ്റേഴ്സും ഉണ്ട്. ഇപ്പം നമ്മളൊരു പർട്ടിക്കുലർ ഈവൻറ്റ് വെച്ചു എന്ന് വിചാരിച്ചോ, IDC ഒരു ഈവൻറ്റ് വെച്ചു, ഇപ്പം ഫ്ലട്ടറിൻ്റെ ഒരു ക്ലാസ് വെച്ചു. അതേ സെയിം ക്ലാസ് വേറൊരു ക്ലബ്ബ് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരാൾ ഒരു സാധനം വെച്ചു, അപ്പോൾ അവർ ഒബ്വിയസ്ലി വേറെ സാധനം വെക്കും. ഇപ്പോൾ ഓരോ ക്ലബ്ബായാലും ഇപ്പോൾ ഒരു ക്ലബ്ബ് എന്തെടുത്തു അതിനെ റിപ്പീറ്റ് ചെയ്യാതെ കുറച്ചും കൂടി യൂണീക്കായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എടുത്തു പോകണം, അവരുടെ പെർസ്പെക്റ്റീവ് നിന്നായിരിക്കും എടുത്തു പോകുന്നത്. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഒരു ക്ലബിനെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ അങ്ങനെ ചുമ്മാ നമുക്ക് റേറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ വയ്ക്കുന്ന ഈവൻറ്റ്സുകൾ നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുക, ആസ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ആസ് എന്താണ് പാർട്ടിസിപ്പേറ്റ്സ് നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാത്രമേ ജെന്യൂനായിട്ട് അതിനെ റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു എന്താണ് ക്ലബിന്റെ ഹെഡ് പൊസിഷനിൽ ഇരിക്കുന്നത് നമ്മുടെ അടുത്ത് വന്നിട്ട് ക്ലബിനെ റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് ഐ മീൻ ഇവൻ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്നത് എടാ സംഭവം ഇവൻ പറഞ്ഞ പോലെ ഇവിടുത്തെ എല്ലാ ക്ലബ്ബുകളും ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പിള്ളേർക്ക് ഉപയോഗമുള്ള എന്തെങ്കിലും നടത്തണം. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളെല്ലാവരെയും POV അത്രേ ഉള്ളൂ. പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ക്ലബ്ബ് പരിപാടി നടത്തുന്നു, നമുക്ക് ഈ സംഭവം ഇപ്പോൾ ഒരു ക്ലബ്ബ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലീഡുമാരും അറിയും, നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന ക്ലബ്ബ് ഇന്ന ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് പോകും. അല്ലെങ്കിൽ അവർ ജസ്റ്റ് വീണ്ടും കോൺട്രഡിക്റ്റിംഗ് ആയിട്ട് ഇപ്പം ലെഗസി ഒരു ഇവൻ്റ് അനൗൺസ് ചെയ്ത് ഇവനെ കൊണ്ടൊരു കണ്ടന്റ് റൈറ്റിംഗ്, അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വീണ്ടും ഒരു കണ്ടന്റ് റൈറ്റിംഗ് വെക്കുന്നു GDCയിൽ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നോക്കുമ്പം ഇതിലേക്ക് എന്താണ് ഒരു ക്ലബ്ബ് ഇങ്ങനെ പോകുന്നു, ഒരു ക്ലബ്ബ് അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകും. അങ്ങനെയല്ല. നമ്മളെല്ലാവരും POV എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഈക്വലി എത്തണം. പുറത്തുനിന്ന് നോക്കുമ്പം നിങ്ങളും ആ ഒരു സ്പിരിറ്റ് എല്ലാം ഒരുമിച്ച് അബ്സോർബ് ചെയ്യാൻ തന്നെ നോക്കണം, സെഗ്രിഗേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ POV. റേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴേ അപ്പാർട്ട് ഫ്രം റേറ്റിംഗ് എല്ലാ ക്ലബ്സും ഇവിടെ കഷ്ടപ്പെടുന്നുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എല്ലാ ക്ലബ്സും കഷ്ടപ്പാടിലാണ്. ഇപ്പം ഞാനും അർജുനും റീസെൻ്റ്ലി അമൽ ജ്യോതി കോളേജിൽ പോയി 2 weeks ബാക്ക്. അപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ്, അവിടെ അകത്തൊരു സിറ്റിയാണ്. അവിടുന്ന് അകത്തേറിയ വെളിയിൽ വിടൂല, അത് വേറെ കാര്യം. സെക്യൂരിറ്റി അടച്ചിടും. എന്നുവെച്ചാൽ അവിടെ എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്കിപ്പോൾ ഒരു പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കടയിൽ കഴക്കൂട്ടത്തെ കാര്യവട്ടത്താ പോകും. ഇത് കോളേജിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഒരു ട്രോഫി പ്രിൻ്റ് അടിക്കണം, അവിടെ ഫാബ് ലാബ് ഉണ്ട് കോളേജിൻ്റെ അകത്ത് 3 TBI ഉണ്ട്, ടെക്നോളജിക്കൽ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ്. അവിടെ നിന്ന് പഠിച്ചിറങ്ങണവർക്ക് അവിടെ തന്നെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അവിടെ നിന്ന് തന്നെ ഇത് സർട്ടിഫിക്കറ്റ് മൊമെൻ്റ് പ്രിൻ്റ് എടുക്കാം. അവിടെ AI ലാബ് ഉണ്ട്. അവിടെ ഈ ഗ്രീൻ റൂമുണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ അവിടുത്തെ എഞ്ചിനീയറിംഗ് ആണ് അവിടെ മെയിനായിട്ട്. അവിടെ മെക്കാനിക്കലാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്ലാസ് റൂമിൽ നടുക്ക് ബുള്ളറ്റ് ബൈക്ക് വെച്ചേക്കാണ്. അതിനെ വെട്ടിമുറിച്ചാണ് പഠിപ്പിക്കുന്നത്. അവിടെ ഈശ്വറിൻ്റെ സർവീസ് സെൻ്റർ ഉണ്ട്. ട്രക്കുകളൊക്കെ ബോഡീസ് ഒറിജിനൽ ട്രക്സ് ഫസ്റ്റ് കോപ്പി അവർക്ക് കിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇങ്ങനത്തെ കോളേജസുകളുണ്ട്. ഇപ്പോൾ നമ്മളെ കോളേജസിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിട്ട് കാര്യമില്ല. അവിടെ പ്രൈവറ്റ് കോളേജാണ് ഉണ്ട്, നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല. പക്ഷേ അവരിടുന്നതിൻ്റെ 10 ഇരട്ടി എഫേർട്സാണ് ഇവിടുത്തെ ക്ലബ്സ് ഇടുന്നത്. നമ്മളിവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കി ആണ് പോകുന്നത്. നമ്മൾ എന്തോരം കഷ്ടപ്പാടെന്ന് വെച്ചാൽ നിങ്ങൾക്കത് വർക്ക് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ നാളൊരു ഇവൻ്റ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ പിള്ളേർ തന്നെ വരത്തില്ല. അപ്പോൾ നമുക്ക് ഇവൻ്റ് വെക്കാനൊരു പേടിയാണ്, മനസ്സിലായോ? പിന്നെ അടുത്ത മൊമെൻറ്റോ പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമ്മളിൽ കാശില്ല. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നതിനെ ഒരു കയ്യടി. ഇപ്പോൾ പ്ലേസ്മെൻറ്റ്സ് വെച്ചിട്ട് വലിയ പ്രശ്നം വരുന്നുണ്ട്, റിസഷനും പിന്നെ അതായിട്ട് കുറച്ച് ഇഷ്യൂസ് വരുന്നുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് കോളേജ് പ്ലേസ്മെൻറ്റ്സിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോഴേ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? വേറെ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? ടിപ്സ് ട്രിക്സ് അങ്ങനെ എന്തെങ്കിലും? എടാ സംഭവം അത് നല്ല ചോദ്യം. ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ചോദ്യം ഇപ്പം വരുമെന്നുള്ള കാര്യം. സംഭവം റെസഷൻ ആക്ച്വലി സത്യമാണ്. റെസഷൻ എന്താണെന്ന് അറിഞ്ഞുകൊടുത്താൽ കമ്പനികൾ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ ലേ ഓഫ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ബൾക്കായിട്ട് അങ്ങ് പറഞ്ഞു വിടും. അതായത് അവരെ മാത്രമല്ലടാ, അതായത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താണ് എടാ നിൻ്റെ പേരെന്തായിരുന്നു? ആദ്യത്തിനൊരു കമ്പനി ഉണ്ടെന്ന് വെച്ചോ. അത് നമ്മൾ ഇത്രയും പേരായിരുന്നു ജോലിക്കാർ. പെട്ടെന്നൊരു സന്ദർഭത്തിൽ അവന് കുറച്ച് ചിലവ് കുറയ്ക്കണം. അവൻ നോക്കിയപ്പോഴത്തേക്ക് ഇതിൽ 5 പേര് മതി അല്ലെങ്കിൽ 2 പേര് മതി ആ കമ്പനി ഓടിപ്പോവാൻ. അവൻ എന്ത് ചെയ്യും? ബാക്കിയുള്ളവരെ പറഞ്ഞു വിടും. ഇതാണ് റിസഷൻ. സംഭവം അങ്ങനെ പറഞ്ഞ് വിടാതിരിക്കണമെങ്കിൽ ആദ്യത്തെ നീ ഒന്ന് ആലോചിക്കണം. 2 കഴിവുള്ള ആൾക്കാരായിരിക്കും നീ എടുക്കുന്നത്. നിനക്ക് ആവശ്യമുള്ള സ്കില്ലുള്ള ആൾക്കാരായിരിക്കും എടുക്കുന്നത്. ബാക്കിയുള്ളവരെ വെച്ചുകൊണ്ടിരിക്കുമോ?
ഇല്ല. ഇൻ കേസ് നീ പിരിച്ചുവിടുമ്പോൾ ഇവന്മാരെ ആദ്യം പറഞ്ഞുവിടോ കഴിവുള്ളവർ? ഇല്ല, മണ്ടത്തരമാണ്. അതാണ് സംഭവം നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലും നിങ്ങൾക്ക് ജോലി വേണമെങ്കിൽ ആ കമ്പനിക്ക് ആവശ്യമുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഈ കഴിവെന്ന് പറയുന്നത് മറ്റേ ടെക്നിക്കൽ കുത്തിയിരുന്ന് കോഡ് ചെയ്യണം മാത്രമല്ല, അവർക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണം മനസ്സിലാക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാൾ, എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ. എടാ അപ്പം നീ ചോദിച്ചതിന് ഉത്തരവെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ലെന്ന് ഞാൻ എപ്പോഴും പറയും. ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്സ് ഒരു വഴിയാണ്. ക്യാമ്പസ് സ്റ്റാഫുകളും അതേപോലെ പ്ലേസ്മെൻറ്റ്സിലും എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഓരോ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്ന് തരും. പക്ഷേ ഇൻ ദ എൻഡ് ഓഫ് ദി ഡേ അതിന് പുറമെ എന്തെങ്കിലും കൂടെ നോക്കിയാലേ രക്ഷപ്പെടാൻ റേറ്റ് കൂടത്തുള്ളൂ. കാരണം വെച്ചാൽ ക്യാമ്പസിൽ വന്ന് പ്ലേസ് ചെയ്യുമ്പം അവർക്ക് ഒരു പാക്കേജ് ലിമിറ്റ് ഉണ്ട്, ഇത്രയും എമൗണ്ടേ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുന്നൊക്കെ കമ്പനി വൈസ് ഉണ്ട്. അതായത് അവനിപ്പം ഒരു ക്യാമ്പസിലേക്ക് വന്നു, അവനിപ്പോൾ ഒരു മാസം ഒരു 30,000 രൂപയുടെ സാലറി ആയിരിക്കും അവർ വിചാരിച്ചുകൊണ്ടില്ല, അത്രേ കൊടുക്കത്തുള്ളൂ. അതേസമയത്ത് നിങ്ങൾ ഓഫ് ക്യാമ്പസും കൂടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ കൂട്ടാൻ പറ്റും. പക്ഷേ അപ്പോൾ അത് കൂട്ടണമെങ്കിൽ നിങ്ങൾ എന്താണ്, അവർക്ക് ആവശ്യമുള്ള കഴിവുകൾ നിങ്ങളെ ഇത് വേണം, റെസ്യൂമേഴ്സിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. കഴിവിൻ്റെ സെൻസ് ഞാൻ പറയുന്നത് സോഫ്റ്റ് സ്കിൽസാണ് മേജർലി വേണ്ടത്. കാരണം നിങ്ങളിപ്പോൾ ചെയ്യുന്ന കോഡിങ് ചെയ്യാൻ എന്താണ്, ഞാൻ ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഇവിടെ നടന്നപ്പോൾ അവരെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അതിൽ കണ്ടിരുന്നത് താഴെ ഉണ്ടായിരുന്നതാണ് ChatGPT ഉപയോഗിക്കുക, കോഡ് ചെയ്യാൻ ChatGPT ഉപയോഗിച്ചോ പറഞ്ഞിരിക്കുന്നത് ഇൻ്റർവ്യൂവിൽ. അതാ സപ്ലൈ ഉള്ള ബാധമല്ലോ, അത് ലാസ്റ്റ് പറഞ്ഞിട്ട് ChatGPT യൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട് കോഡിയെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിലേക്ക് കമ്പനീസ് മാറിക്കൊണ്ടിരിക്കുക. അപ്പം കോഡിങ് മാത്രമല്ല, എന്ന് വെച്ചാൽ കോഡിങ് വേണ്ടെന്നല്ല, മാത്രമല്ല ബാക്കി നിങ്ങൾക്ക് യുണീക്കായിട്ട് വരുന്ന സാധനങ്ങളുണ്ട്. നിങ്ങൾ സംസാരിക്കുക, ഇപ്പം ആരുടെങ്കിലും പെട്ടെന്ന് എണീറ്റ് സംസാരിക്കാൻ പറഞ്ഞാൽ ആ ഒരു ഇനിഷ്യേറ്റീവ്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നിങ്ങൾ മേജർലി ഈ ഒരു കാലഘട്ടത്തിൽ വളർത്തിയെടുക്കാനുള്ളത്. കാരണം അത് വേറെ ആർക്കും അടിച്ചു പറ്റാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഇവൻ പറയില്ല വന്നു കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും പോയി എക്ക് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ആവശ്യത്തിന് എവിടെയെങ്കിലും പോയി സംസാരിക്കാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വളർത്തിയെടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഡ്രീം കമ്പനി എന്തെങ്കിലും കാണുമല്ലോ, അല്ലെങ്കിൽ ടെക് ആണെങ്കിൽ അത്, ഡിസൈനിങ് ആണെങ്കിൽ അത്, അതിൽ എന്തെങ്കിലുമൊക്കെ പഠിച്ച് കുറച്ച് പ്രോജക്ട്സും കൂടെ അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ബേസിക് തിങ് ഇപ്പം നിങ്ങൾ മൈക്ക് പാസ് ചെയ്തപ്പോൾ അറ്റ്ലീസ്റ്റ് സംസാരിക്കാനുള്ള ഇനിഷ്യേറ്റീവ്നെസ് കാണിച്ചല്ലോ എല്ലാവരും, മതി. ഒരു കമ്പനി ഒരാൾ വന്ന് നോക്കുമ്പം അവൻ്റെ അടുത്ത് നിങ്ങൾക്ക് മനസ്സിലുള്ളത് പറഞ്ഞ് ബലിപ്പിക്കാൻ പറ്റിയില്ല, ആ സമയത്ത് ഒന്ന് വിറച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കത്തം, ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ, അവൻ വന്ന വഴി അങ്ങ് പോകും. അപ്പോൾ എൻ്റെ POV ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു നല്ല ജോബിലേക്ക് 4th ഇയറിൽ 3rd ഇയർ അവസാനമൊക്കെ പോകണമെങ്കിൽ ബിൽഡ് അപ്പോൺ യുവർ സോഫ്റ്റ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ അതും കൂടെ വളർത്താം, അത്രയേ ഉള്ളൂ. ഓക്കെ, നല്ലൊരു ചോദ്യമാണ്. വൈ GDSE UCK സോ ആക്റ്റീവ്? നമ്മളെ നമ്മളെന്ത് ചെയ്യാം, നമ്മുടെ GDSE ഇവൻറ്റ്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ പോലെയുള്ള കോർ ടീമോ. എടാ വെൻ ഇറ്റ് കംസ് ടു സീരിയസ് ബാക്ക് ബോൺ, അതാ എടാ സംഭവം. എൻ്റെ ഒരു POV പറയാനോ, എടാ സംഭവം ഇത്രേ ഉള്ളൂ. ഏതൊരു ക്ലബ്ബായാലും അതിപ്പോൾ GDSEയുടെ ആക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് ആ പിള്ളേരാണ്. ഇപ്പോൾ ലീഡായിട്ടിരിക്കണ എനിക്കല്ല അതിൻ്റെ റോള്, എന്നാൽ ഇവന്മാരെ അല്ലെങ്കിൽ കോർ ടീമിലുള്ളതാണ്ട് എല്ലാമാണ് നമ്മളെ. ഇപ്പം അതാ ഈ 3 ഈ ഒരു ഇവൻറ്റ് ഇപ്പം നിങ്ങളെ ഇങ്ങനെ വട്ടം കൂടി ഇരുന്ന് സംസാരിക്കണമല്ല, പറഞ്ഞത് തന്നെ ഇവനാണ്. ഇവൻ പറഞ്ഞ് ഇങ്ങനെ ഒരെണ്ണം നടത്താമെന്ന് നടത്തിക്കോ. എനിക്ക് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്ത് തരാൻ പറ്റും. ഇവനൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോം തരാൻ പറ്റും, അതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആക്റ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ ടീമിനാണ് ക്രെഡിറ്റ്സ് പോകുന്നത്. പിള്ളേർ, അതായത് നിങ്ങളെ കൂടെ പഠിക്കുന്നതാണ് ഈ പിള്ളേർ, സെക്കൻഡ് ഇയേഴ്സ് ഇവൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേരുണ്ട്, പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന ഇവനുണ്ട്. ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് പരിപാടി വരുന്നത്. അത് ഞാനിപ്പോൾ ഒരു സാധനം കണ്ടന്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവൻ അതിൽ ഇല്ലാത്ത ഗ്രാമർ എറർ വരെ പറയും. എന്ത് ശല്യം അറിയാമോ ഇവനെ കൊണ്ട്. അപ്പോൾ ഈ ഒരു സിങ്കാണ് ആ ടീം തമ്മിലുള്ള ഡീഫോൾട്ട് ആവുന്ന സിങ്കും അവരെ ഒരു എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ത്വരയുണ്ടല്ലോ, അതാണ് ആ GDSE ആക്റ്റീവ് ആക്കി വെക്കുന്നത്. GDSE എല്ലാ കമ്മ്യൂണിറ്റീസിനെ ആക്റ്റീവ് ആക്കി വെക്കണം. അതിന് നേരെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ. Okay. Now, what are the Google technologies GDSE propagated rather than collab? അത് നമ്മൾ കൊളാബ് അല്ലാണ്ട് എന്ത് വാങ്ങാണ് ചെയ്യണം? അതിന് കൊളാബ് നമ്മൾ എപ്പോഴാണ് പ്രൊപ്പഗേറ്റ്? അങ്ങനെയല്ല, കൊളാബല്ല, നമ്മൾ കൂടുതൽ ഓൺലൈൻ ഇവന്റ്സ് കൊളാബായിരുന്നു. വെയിറ്റ് അല്ല, എടാ ഗൂഗിൾ ടെക്നോളജീസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് ആക്ച്വലി ചാൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. സംഭവം നിങ്ങൾ വന്നതേ ഉള്ളായിരുന്നു. ക്ലൗഡ് സ്റ്റഡി ജാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു പരിപാടി നടത്തിയായിരുന്നു. ഇവന്മാർക്കറിയാം, അതായത് സെക്കൻഡ് ഇയേഴ്സിനായിരുന്നു അത് കൊടുത്തത്. നിങ്ങൾക്ക് അതാ സംഭവം ആൻഡ്രോയിഡിൻ്റെ ഇതുണ്ട്. സംഭവം ഇവിടെ ക്ലൗഡ് സ്റ്റഡി ജാം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ ക്ലൗഡ് പഠിപ്പിക്കുന്ന ഒരു ഇത്, അതായത് സർട്ടിഫൈഡ് കോഴ്സ് കിട്ടുന്ന സാധനം ഗൂഗിളിൽ നിന്ന് വന്നായിരുന്നു. അത് നമ്മൾ കൊടുത്തായിരുന്നു. ആ സമയത്ത് നിങ്ങൾ വന്നതേ ഉള്ളായിരുന്നു, അതുകൊണ്ട് നമുക്ക് നിങ്ങളടുത്ത് എത്തിക്കാൻ പറ്റിയില്ലായിരുന്നു. കാരണം ജസ്റ്റ് നിങ്ങൾ വന്ന സമയത്താണ്, അതിന് ഒരു 2 ആഴ്ച മുമ്പാണ് തുടങ്ങിയത്.
അപ്പോൾ അത് കാരണം നിങ്ങൾക്കത് മിസ് ആയിട്ടോ. പക്ഷേ നിങ്ങൾ പേടിക്കണ്ട, ഇനി അടുത്ത വർഷം ഇനി ഉടനെ തന്നെ അടുത്തൊരു GDC ലീഡ് കയറുകയാണെങ്കിൽ അയാൾ കൊണ്ടുവരും നിങ്ങൾക്ക്. പിന്നെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും ജനറേറ്റീവ് AI സെഷൻസ് നമ്മൾ ആവശ്യത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നത് LLMസിനെ പറ്റി ഒരു സെഷൻ എടുക്കുന്ന ക്വസ്റ്റ്യൻ വന്നായിരുന്നു. സെഷൻ എടുത്തായിരുന്നു, അപ്പം കണ്ടില്ലായിരിക്കും. എടാ സംഭവം ജെൻ AI ഒരു സർട്ടിഫൈഡ് കോഴ്സ്, ഗൂഗിളിൻ്റെ ഒരു സർട്ടിഫൈഡ് കോഴ്സ് നമ്മൾ ഉടനെ അനൗൺസ് ചെയ്യും. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. അതെ സംഭവം അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൻ്റെ അക്രഡിറ്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ സർട്ടിഫൈഡ് ബൈ ഗൂഗിൾ എന്നുള്ള ലെവലിലുള്ള ഇതാണ് വരാൻ പോകുന്നത്. സംഭവങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ആ സ്ക്രോളില്ലേ അത് മടിച്ചിട്ട് ആൾക്കാർ അവിടെ കളഞ്ഞിട്ട് പോകും. നമ്മൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടും, ഇത് വന്ന് പറയും, എല്ലാം മാക്സിമം നമ്മൾ ശ്രമിക്കും. പക്ഷെ മോനെ കഴിയടാ എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. പോലെയാണ്. അതുകൊണ്ട് ഇതുവരെ വേറെ കോളേജിൽ ഇതുപോലെ ഒരു ഇവന്റ് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവുള്ളത്. വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ സ്കെയിൽ വലുതാവും, നമ്മൾ ലൊക്കേഷൻസ് സ്വിച്ച് ചെയ്യും. ക്ലാസ് റൂം ആയിരിക്കത്തില്ല, ഔട്ട്ഡോഴ്സിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ പുറത്ത് നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇൻപുട്ട് അറിയണം, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന്. അപ്പം പെട്ടെന്ന് ചോദിക്കും, 1 വേർഡ് ആൻസേഴ്സ് അല്ലെങ്കിൽ 1 സെൻറ്റൻസ് ആൻസേഴ്സ് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഒരു കൊള്ളായിരുന്നു പ്രതീക്ഷ, പക്ഷേ നല്ലൊരു സെക്ഷൻ ആയിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ നാച്ചുറലാണ്. ഓക്കെ, ലൈറ്റായിട്ട് വന്നേ, എന്നാലും കുറച്ച് നേരം ഉണ്ടായുള്ള അടിപൊളിയായിരുന്നു. ഇതുപോലെ വീണ്ടും ഉണ്ടെങ്കിൽ നന്നായി. ലാസ്റ്റ് ഞാൻ വിളിച്ച് കയറ്റി വരാം. നല്ല ഇൻട്രാക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നു. ഓക്കെ, ഇവർ സീനിയേഴ്സിൻ്റെ ഓവറോൾ എക്സ്പീരിയൻസ് എല്ലാം കേട്ടിട്ട് അവരെ ഇൻസ്പയറിംഗ്. സൂപ്പറായിരുന്നു. നല്ല പരിപാടിയാണ്. ഇനി ഇതേപോലത്തെ കിടിലനായ പരിപാടികൾ വരട്ടെ. സോ മച്ച് ഫൺ. കൊള്ളായിരുന്നു, നല്ല പരിപാടിയായിരുന്നു. ഓസമായിരുന്നു, പൊളിയായിരുന്നു. കിടിലം പറയാനല്ല. ഓക്കെ, ഇവിടെ അർജുൻ എന്താണ്? കൊള്ളാം. യുണീക്കായിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, അവിടെ നിന്ന് തുടങ്ങി. ഓക്കെ, നമ്മൾ ലൈക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ഒരുപാട് നമ്മൾ ഒരു മണിക്കൂർ സെഷനാണ് പറഞ്ഞിരുന്നത്, ഇപ്പം തന്നെ 2 മണിക്കൂർ അടുപ്പിച്ചായി.